3 കൊല്ലത്തോളമായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു 28 കരാറിലേക്ക് നീങ്ങുന്നു എന്ന് കേൾക്കുന്നല്ലോ. അതായത് 28 കരാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗാസയിലെ പ്രശ്നം തീർക്കാനായിട്ട് മറ്റേ ഈജിപ്തിൽ വെച്ച് കരാർ ഒപ്പിട്ടില്ലേ? അതെ, 20 കരാർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു 28 കരാർ. പക്ഷേ ഉക്രൈൻ വിശ്വാസത്തിൽ എടുത്തിട്ടല്ല മറ്റേ കാര്യത്തിൽ ഹമാസിനെ വിശ്വാസത്തിൽ എടുത്തിരുന്നില്ലല്ലോ. ഹമാസിന്റെ അത് ഇസ്രയേലിന് ഏകപക്ഷീയമായി അനുകൂലിക്കുന്ന ഒരു കരാറാണ് ഒപ്പിട്ടത് എന്ന് പറഞ്ഞ പോലെ ഷറം അൽ ഷെയ്ഖില് ആ റിസോർട്ട് നഗരത്തിലാണ് അത് ഒപ്പിട്ടത്, ഈജിപ്തില്. അപ്പൊ അതുപോലെ യുക്രൈന് മറ്റേ സെലൻസ്കിയെ തുർക്കിയിൽ വെച്ച് കാണുന്നുണ്ട് ഇന്ന്, കാണും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സെലൻസ്കിയെ. അപ്പോൾ യുക്രൈന് വലിയ താല്പര്യമില്ലാത്ത, അതായത് ഈ ഡോൺബാസിലെ കിഴക്ക് ഭാഗത്ത് യുക്രൈൻ്റെ റഷ്യ 89% പിടിച്ചടക്കി കഴിഞ്ഞല്ലോ, അത് വിട്ടുകൊടുക്കുന്ന യുക്രൈൻ ഡോൺബാസ് വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള ഒരു 28 കരാറാണെന്നാണ് ആക്സിയോസ്, ആദരണീയമായ ഒരു മാധ്യമമാണ് അമേരിക്കയിലെ ഫിനാൻഷ്യൽ ടൈംസ്, അവർ രണ്ടുപേരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുക്രൈൻ സ്ഥലം വിട്ടുകൊടുക്കുക, അതുപോലെ യുക്രൈൻ്റെ സൈന്യം ഉണ്ടല്ലോ, സേന, അത് പകുതിയായിട്ട് ചുരുക്കുക, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ സെലൻസ്കി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഡോൺബാസിൻ്റെ ഒക്കെ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് ടെർണോപോൾ എന്ന് പറഞ്ഞ യുക്രൈൻ നഗരത്തിൽ കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തി റഷ്യ 25 പേരെ കൊന്നിരുന്നു. ഏതാണ്ട് അതേ സമയത്താണ് ഈ കരാറിനെ പറ്റിയിട്ടുള്ള വിവരവും പുറത്തു വന്നിരിക്കുന്നത്, ഈ രഹസ്യ കരാർ. അപ്പോൾ ഇത് കരട് പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഒരു ചർച്ചയും കൂടിയൊക്കെ നടക്കുമായിരിക്കും. ഈ ചർച്ച ശരിക്കും തമ്മിൽ ഈ കരട് പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേ ട്രംപിൻ്റെ എൻവോയ്, മിഡിൽ ഈസ്റ്റ് എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫും കിറിൽ ദിമിത്രോവ് എന്ന് പറയുന്നത് പുടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപദേഷ്ടാവാണ്. നിക്ഷേപമൊക്കെ എങ്ങനെ എവിടെയൊക്കെ വേണം എന്നൊക്കെ ഉപദേശിക്കുന്ന ആളാണ് കിറിൽ ദിമിത്രോവ്. അപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫും കിറിൽ ദിമിത്രോവും കൂടി കുറേ ദിവസം ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു റഷ്യൻ അനുകൂല കരാറാണ് 28 കരാർ. യുക്രൈൻ പട്ടാളം, പരമാധികാരം, ഇതിൻ്റെ മുകളിലൊക്കെ റഷ്യക്ക് 28 കൃത്യമായിട്ട് പറയാനായിട്ട് ഈ റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. പക്ഷേ യുക്രൈൻ്റെ സൈനിക നീക്കങ്ങളുടെ മുകളിലും പരമാധികാരത്തിൻ്റെ മുകളിലും റഷ്യൻ സ്വാധീനം വരും എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ട്രംപ് ഈ പദ്ധതിയെ തുണയ്ക്കുമോ എന്നൊരു ചോദ്യം ഉയർത്തി കണ്ടു. അത് ട്രംപ് അറിയാതെ സ്റ്റീവ് വിറ്റ്കോഫ് അവിടുത്തെ ട്രംപ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയാണ് അയാൾ. അപ്പോൾ അറിയാതെ വരില്ല, അന്നൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടാവും. അടുത്ത കാലത്തൊക്കെ അത്യാവശ്യം പുടിനെതിരായിട്ടാണ് ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹംഗറിയിൽ വെച്ചിട്ടല്ലേ ഒരു ഉച്ചകോടി നടക്കേണ്ടത് തള്ളിക്കളയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം റഷ്യൻ വക്താവ് പെസ്കോവ് നിരാകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയുന്നതല്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി ഗ്യാരണ്ടി യുക്രൈൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സുരക്ഷാ ഗ്യാരണ്ടി ഈ സമാധാനത്തിന് ശേഷം ഉണ്ടാകണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ വ്യവസ്ഥകൾ ആദ്യം അറിയണം, അത് കഴിഞ്ഞിട്ടേ കരാറിലേക്ക് പോകാവൂ എന്നൊക്കെ സെലൻസ്കി മുമ്പും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ആദ്യമേ കൊണ്ടുപോയി ഒരു സമാധാന കരാറിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വ്യവസ്ഥകൾ അറിയണം, എന്നിട്ടേ വെടിനിർത്തൽ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, റഷ്യയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെലൻസ്കി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് യുക്രൈനെതിരെ പിന്നീട് റഷ്യ ആക്രമണം നടത്തില്ല, അത് സംബന്ധിച്ച ഒരു സുരക്ഷ ഗ്യാരണ്ടി വേണം എന്ന് പറഞ്ഞിരുന്നു. ആ ഗ്യാരണ്ടി കൊടുക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതുപോലെ യൂറോപ്പിനും ഇപ്പോൾ പോളണ്ടൊക്കെ പേടിച്ചരണ്ടിരിക്കുകയല്ലേ, ഡ്രോണുകൾ ആക്രമിച്ചാൽ എല്ലാം തകരും എന്നുള്ള പേടിയുണ്ട്. പല രാജ്യങ്ങളിലും
മറ്റേ റഷ്യയുടെ ഡ്രോണുകൾ പല സമയത്ത് അനവസരത്തിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിനും സെക്യൂരിറ്റി ഗ്യാരണ്ടി ഉണ്ടാകണം എന്നുള്ളത് അത് കരാറിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തുർക്കിയിൽ സെലൻസ്കിയെ വിറ്റ്കോഫ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേക്കും കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് നമുക്ക് കരുതാവുന്നത്. കാരണം അവർ തമ്മിൽ കാണുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. യുക്രൈൻ്റെ കിഴക്ക് ഭാഗത്തെ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ ഇതിൽ വായിച്ചത്. ഈ കരാറിൽ ഉണ്ട് എന്ന് ആക്സിയോസ് ഒക്കെ പറഞ്ഞായിട്ട്. കിഴക്ക് ഭാഗത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഡോൺബാസാണ്. അപ്പോൾ ഇത് മുമ്പ് സെലൻസ്കി തള്ളിയതാണെന്ന് നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോൾ അമേരിക്ക യുക്രൈന് നൽകിക്കൊണ്ടിരുന്ന സൈനിക സഹായം അത് പരിമിതപ്പെടുത്തും ഈ കരാറിൻ്റെ ഭാഗമായിട്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഗാസയിൽ നടപ്പാക്കിയ പദ്ധതിക്ക് സമാനമാണെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാജ്യാന്തര സേന എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ടത്. അത് UN രക്ഷാസമിതി അതിൻ്റെ പ്രമേയം ഈ ആഴ്ച പാസ്സാക്കും. ഈ ആഴ്ച ഒടുവിലോ മറ്റോ പാസ്സാക്കും. അവിടെ അന്താരാഷ്ട്ര സേന വരും. പാകിസ്ഥാനിൽ നിന്നുള്ള 20,000 ഭടന്മാർ അവിടെ ഉണ്ടാവും. ചുവപ്പും പച്ചയുമായി വേർതിരിക്കും. ഇപ്പോൾ ചുവപ്പ് എന്ന് പറയുന്നത് ഈ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്ന പ്രദേശമാണ് ഗാസയില്. മറ്റേ ഭാഗത്താണ് ഈ രാജ്യാന്തര സേന ഉണ്ടാവുക. അമേരിക്കൻ സേന അതിൻ്റെ ഭാഗമായിരിക്കില്ല. അതേസമയം ഇസ്രയേലിന്റെ സേന നിൽക്കുന്ന യെല്ലോ ലൈൻ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടായിരിക്കും ഇത് കട്ട് ഓഫ് ചെയ്യുന്നത് എന്നൊക്കെ ആ കരാറിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം. അപ്പൊ ഇതുപോലൊരു രാജ്യാന്തര സേനയും കൂടി മറ്റേ സെക്യൂരിറ്റി ഗ്യാരണ്ടിയുടെ ഭാഗമായി ഈ മേഖലയിൽ ഉണ്ടാകാം എന്ന് വേണം കരുതാൻ. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് പ്രതിനിധി സഭ ഇതറിഞ്ഞിട്ടില്ല എന്ന് പ്രതിനിധി സഭയിലെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ അതിൽ തന്നെ ഡിവിഷൻ ഉണ്ട്. യുക്രൈനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, റഷ്യ അനുകൂലിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ കോൺഗ്രസിനെ അറിയിക്കാതെയാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഡോൺബാസ് ആണ് വിട്ടുകൊടുക്കേണ്ടി വരിക കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അത് വ്യവസായ ഖനി മേഖലയാണ്. മുമ്പ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പ്രധാനപ്പെട്ട വ്യവസായ ഖനി മേഖലയാണത്. മാത്രമല്ല നമുക്കറിയാം ആ കാലത്ത് ഈ വിമാനവാഹിനിയൊക്കെ ഉണ്ടാക്കിയിരുന്നതുമൊക്കെ യുക്രൈൻ ഭാഗത്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ അണുബോംബുകൾ സൂക്ഷിച്ചിരുന്നതൊക്കെ യുക്രൈൻ മേഖലയിലൊക്കെയാണ്. അപ്പോൾ അത് 2 പ്രദേശങ്ങളാണ് അവിടെ ഉള്ളത് ഡോൺബാസിൻ്റെ ഭാഗമായിട്ട്. ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക് 2 നഗരങ്ങൾ റഷ്യൻ അതിർത്തിയിലാണിത്. കൽക്കരി ഖനികളാണ് കൂടുതലും. മിക്കവാറും ഒക്കെ റഷ്യയുടെ കയ്യിലാണ്. 89%. ഈ അധിനിവേശം നടത്തിയിട്ട് 89% റഷ്യയുടെ കയ്യിലാണ്. മാത്രമല്ല 2014 മുതൽ അവിടെ റഷ്യൻ അനുകൂല പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡെമോഗ്രഫി മാറ്റിയതാണ്. ഈ റഷ്യൻ തൊഴിലാളികളെ കൊണ്ടുപോയി അവിടുത്തെ വ്യവസായങ്ങളിൽ പണിയെടുപ്പിച്ചിട്ട് അവിടെ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ് ഈ മേഖലയിൽ കൂടുതലും. അതുകൊണ്ടാണ് റഷ്യൻ അനുകൂല പ്രക്ഷോഭങ്ങൾ ധാരാളം ഉണ്ടായത്. ഒരു കോൾ ബേസിൻ ആണത്, കൽക്കരി മേഖല. ഡോണറ്റ്സ് എന്ന് പറഞ്ഞ പുഴയുണ്ട്. അപ്പോൾ ഈ ബേസിൻ എന്നുള്ളതിൻ്റെ ബാസ് ഡോണറ്റ്സ് പുഴ, അങ്ങനെയാണ് ഡോൺബാസ് എന്നതിന് പേര് വരുന്നത്. 2014 മുതൽ പ്രോ റഷ്യ പ്രക്ഷോഭം വന്നിട്ട് അതിൻ്റെ 1/3 ഭാഗം റഷ്യയുടെ കയ്യിലും 2/3 യുക്രൈൻ്റെ കയ്യിലുമായിട്ട് നിൽക്കുകയായിരുന്നു. റഷ്യ അധിനിവേശ സമയത്ത് റഷ്യ 2022 കടന്ന് കയറുമ്പോൾ 2022 സെപ്റ്റംബർ 30 റഷ്യ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചു ഡോൺബാസ്, ഖെർസൺ, സാപ്പറീഷ്യ ഇത് അനക്സ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. 2022 സെപ്റ്റംബർ 30 പ്രഖ്യാപിച്ചു. ഇതിൻ്റെ തലസ്ഥാനമാണ്, ഡോൺബാസിൻ്റെ തലസ്ഥാനമാണ് ഡൊണറ്റ്സ്ക്. യുക്രൈനിലെ 5ാമത്തെ വലിയ നഗരമാണ് ഡൊണറ്റ്സ്ക് എന്ന് പറയുന്നത്. അപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം ഈ ഒരു ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനോട് സെലൻസ്കി യോജിക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. സെലൻസ്കിക്ക് യോജിക്കാനേ പറ്റുള്ളൂ. കാരണം സെലൻസ്കി പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരുന്നത് സെക്യൂരിറ്റി ഗ്യാരണ്ടിയാണ്. അയാൾക്ക് ഭൂമി വിട്ട് കൊടുക്കുന്നതിൽ
വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ റിസോഴ്സ് വിഭവം ഉള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഡോൺബാസ്. ഖനികളുണ്ടല്ലോ, അപ്പോൾ അത് വിട്ടുകൊടുക്കണമല്ലോ. അതെ. പിന്നെ വിട്ടുകൊടുക്കാതിരുന്നാൽ ഇത് എപ്പോഴും കണ്ണിലെ കരടായിട്ട് തുടരുകയും ചെയ്യും. കാരണം റഷ്യൻ അനുകൂല പ്രക്ഷോഭങ്ങൾ നിരന്തരം നടക്കുന്ന സ്ഥലവുമാണ്. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അതാണ് തുർക്കിയിലെ വിറ്റ്കോഫ് കണ്ട് ഇപ്പോൾ സെലൻസ്കിയെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴൊക്കെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. അതെങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.